കുട്ടേട്ടാ ഒരു കാരണവശാലും ഓനെ വെറുതെ വിടരുത്. ഓൻ പല കഴിവുകളോട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. വിട്ടുകൊടുക്കരുത്. ചെയ്യിപ്പിച്ചാ പറ്റൂ. അല്ല ചങ്ങായി, അപ്പൊ അനക്കെന്താ നോമ്പില്ലേ? കുട്ടയുടെ നോമ്പ് പറഞ്ഞിട്ട് കൊണ്ട് ചെലവ് ചെയ്യാൻ പറയണോ? അതല്ലേ നോമ്പ് പറഞ്ഞിട്ട് അനക്ക് തിന്നാൻ കഴിയോ? എന്താ കഴിയായി? ഓസി കിട്ടുന്നല്ലേ, വാരി വിളിച്ചാൽ തിന്നെ. അല്ല അതൊക്കെ ശരി, ഇതിപ്പോ എന്തിന്റെ ചെലവാ? അപ്പൊ നിങ്ങൾ ഏത് ലോകത്താണ്? യൂസുഫ് അലിക്ക് ലൈബ്രറിയിൽ ജോലി കിട്ടി. വെരി നമുക്ക് വേഗം പോകുന്നത് കാര്യക്കണം. കുട്ടേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ രാമൻകുട്ടിക്കും റഹീം ഭായിക്കും വിളിച്ചു പറയാട്ടോ. യൂസുഫ് അലി എവിടുന്ന രണ്ടാളും കൂടി? ഞങ്ങൾ അവനെ തപ്പി ഇറങ്ങിയേനെ. എന്തേ? ഇജിപ്പോ എന്താ മറന്നോ? എന്താണ് ചെങ്ങായിമാര് നിങ്ങൾ രണ്ടാളും കണകുണ പറയണത്? എന്താണ് ചങ്ങേജ് ഒന്നും അറിയാത്ത മാതിരി? അനക്ക് ജോലി കിട്ടേണ്ട ചെലവിന്റെ കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് നടക്കൂലട്ടില്ലേ? ഇപ്പൊ എങ്ങോട്ട് കുട്ടേട്ടാ? ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? യൂസുഫ് അലിയെ, ഇജ് എന്ത് ഒഴിവ് കേട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഇജ് ചെലവ് ചെയ്തേ പറ്റൂ. അതിനെ കൂടെ ഞങ്ങൾ ചെലവ് ചെയ്യിപ്പിക്കും. എൻ്റെ ആ തരികട ഒന്നും ഞങ്ങളടുത്ത് നടക്കില്ല കേട്ടോ. തരികടല്ല കൂട്ടേട്ടാ, എൻ്റെ ആ പണി പോയി. ഇതെന്ത് വർത്താനാണ് യൂസുഫ് അലി ഇജ് പറയുന്നത്? പണി കിട്ടേണ്ട മുമ്പ് പണി പോകാം. അല്ല എന്തുണ്ടായത്? ഒരു പെൺകുട്ടി വന്നിട്ടേ ബഷീറിന്റെ പൂവമ്പാഴുണ്ടോ ചോദിച്ചു. അവിടെ പൂവമ്പാഴം ഉണ്ടായിരുന്നില്ല. എന്റെ പുന്നാറ് യൂസുഫ് അലിയെ, പൂവമ്പഴം ഇല്ലെങ്കിൽ ഇല്ലാന്നാണ് പറഞ്ഞാ പോരെ? ഒരാളൊരു സാധനത്തിന് വന്നല്ലേ, അപ്പൊ വെറും കൈയോടെ വിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വയലോപ്പള്ളിയുടെ വാഴക്കൊല എടുത്തു കൊടുത്തു. അതാകെ പ്രശ്നമായി. അതിന് യൂസുഫ് അലി, വാഴക്കുല വയലോപ്പള്ളിയുടെ അല്ലല്ലോ, ചങ്ങമ്പുഴയുടെ അല്ലേ? അതിലൊക്കെ ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല യൂസുഫ് അലിയെ, ഈ വാഴക്കൊല കൊടുത്തതിന് എന്തിനാ അന്നെ പുറത്താക്കണത്? അതിലിപ്പോ ഇത്ര തെറ്റിയതും എനിക്ക് മനസ്സിലാകത്ത്. അത് 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കൂലേ? അപ്പൊ പൂവമ്പഴാവൂലേ? അത് ശരിയാണല്ലോ. അന്റെ ചെലവ് കിട്ടാൻ നമുക്ക് യോഗല്ല. യോഗല്ലേ അമ്മണിയെ പായ മടക്കിയാൽ